ഹലോ ഗൈസ്, എല്ലാവർക്കും എളുപ്പം സാധിക്കാൻ പറ്റുന്നതാണെങ്കിലും എൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ സ്കൂട്ടറിനൊന്ന് റൈഡ് പോകണം. ഇന്നാണ് എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചത്. അപ്പൊ ഓക്കെ, എന്തായാലും സലാഡ് വെച്ചിട്ടാണ് നമ്മ യാത്ര തുടങ്ങിയത്. എന്തായാലും നല്ല ചൂടല്ലേ, അപ്പൊ ഒന്ന് തണുപ്പിക്കാന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായി ഇതിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്രോൾ ടാങ്കൊക്കെ ഫുള്ളാക്കി നമ്മളുടെ യാത്ര ഇവിടെ തുടങ്ങാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും വീഡിയോ എടുത്താണ് നമ്മുടെ യാത്ര. നമ്മ പോയി 4 ആൾ കാണുന്നുണ്ടെങ്കിൽ നമ്മ വീഡിയോ എടുക്കണ്ടേ? വലിയ കെട്ടിപ്പിൽ എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരുന്നു. എവിടെ കുറച്ച് ഇപ്പം എല്ലാം തീർന്നില്ലേ? വണ്ടി എടുത്തിറങ്ങുമ്പോഴേ നമ്മ ഒരു ചാറ്റൽ മഴയൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഒരു പൂ ചോദിച്ചിട്ട് ഒരു പൂക്കാലം തന്നെ തന്നൊരവസ്ഥയായിരുന്നു. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മ വണ്ടി ഒതുക്കി കൊടുത്തുന്ന തന്നെ റെയിൻകോട്ട് വാങ്ങാൻ. അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് നമ്മുടെ യാത്ര പിന്നെയും തുടങ്ങി. എന്തായാലും അത്യാവശ്യം മഴയൊക്കെ കിട്ടി. സാധാരണ എല്ലാവരും റീൽസിൽ കാണും മഴയത്ത് വൈബ് അടിച്ച് റൈഡൊക്കെ പോകുന്നത്. എനിക്കൊന്നും അത്ര നല്ല വീഡിയോസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. എല്ലാവരും എങ്ങനെയാണോ ഈ മഴയത്തൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത്? മഴയത്ത് വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് കണ്ണ് കാണൂല. പിന്നെ ഫോൺ മാക്സിമം നനയാതെ നോക്കണം. എനിക്കാണെങ്കിൽ ഫോണിൽ വെള്ളം കയറുന്നുള്ള നല്ല പേടിയുണ്ടായി. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ഇപ്പൊ ഫസ്റ്റ് തന്നെ ഉപ്പിലിട്ട് ഇത് മേടിച്ച് വെച്ച്. അങ്ങനെ നമ്മ അവിടെ നിന്ന് ഏഴാറ്റുമുഖം റൂട്ട് പിടിച്ചു. അത് വേറെ ഒന്നിനല്ല, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഏഴാറ്റുമുഖം ഗണപതിനെ കാണാലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഞങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു പോയപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ട് സത്യം പറയാലോ ശരിക്കും പേടി. എപ്പോഴും ഈ റൂട്ട് കാറിലൊക്കെ ഇരുന്ന് പോരുന്നുണ്ട് നമുക്ക് പേടിയൊന്നും തോന്നാറില്ല. പക്ഷെ ഇത് ശരിക്കും പേടി. കാട്ടിലൊക്കെ പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്യും, കൂടാതെ മഴ. എന്തായാലും സ്കൂട്ടർ റൈഡ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. ബൈക്കിന് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് വേറെ തന്നെയാണ് എനിക്ക് അന്നാ മനസ്സിലായത്. വേറെ ഏത് വണ്ടിക്ക് പോയാലും ഈ വൈബ് ഒന്നും കിട്ടൂല. അങ്ങനെ അവസാനം കട്ട്ലേറ്റും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ മടങ്ങി. അപ്പൊ ഓക്കെ, ബൈ ബൈ.